പ്രിയപ്പെട്ടവരെ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഈ ഒരാഴ്ച കാലം വചനം ശ്രവിച്ച് കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങളും സമാധാനവും സന്തോഷവും നമ്മൾ സ്വീകരിച്ചു. നമ്മൾ കർത്താവിനോട് ചേർന്ന് നിന്ന് അനുതാപത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിശുദ്ധീകരിക്കുവാനായിട്ട് വചനം ശ്രവിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നീ ഏതവസ്ഥയിൽ നിന്ന് നിബദിച്ചുവോ അതിനെ തിരിച്ചറിഞ്ഞ് അനുതപിക്കുക. അപ്പോൾ അനുതാപത്തിൻ്റെ ദിവസങ്ങളാണ് തുടർന്നുള്ള ദിവസങ്ങൾ. അതിൻ്റെ ആരംഭമായി നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ ഒരാഴ്ച കാലം ഇവിടെ പ്രാർത്ഥനയിലും ധ്യാനത്തിലും വചനം സ്വീകരിച്ച് വചനത്തിനനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു പ്രയത്നത്തിലുമായിരുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട്. കർത്താവിന് നന്ദി പറയാം. തുടർന്നുള്ള ദിവസങ്ങളിൽ അതിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുവാൻ ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നടക്കുന്ന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉള്ളിൽ അനാവശ്യമായി ദേഷ്യവും വെറുപ്പെല്ലാം വന്നാൽ നമ്മിലെ ദൈവകൃപ മന്ദീഭവിച്ചു പോകും. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഒരു കൈയോ രണ്ട് കൈയോ ഉയർത്തി പിടിച്ച് പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരയണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ. ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളിൽ വന്ന് നിറയണമേ. ചുറ്റുമുള്ള അനേകായിരങ്ങളിൽ പതിനായിരങ്ങളിൽ ജനലക്ഷങ്ങളിൽ ജനകോടികളിൽ പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഇവിടെ ചൊല്ലിത്തരുന്ന പല പ്രാർത്ഥനകളും പിന്നീട് അവസരം കിട്ടുമ്പോൾ നമ്മുടെ കുടുംബത്തിലും ചെറിയ സമൂഹത്തിലും വലിയ സമൂഹത്തിലൊക്കെ ചൊല്ലിക്കൊടുക്കേണ്ടുന്ന പ്രാർത്ഥനയാണ്. ഇപ്പൊ ചൊല്ലിയ പ്രാർത്ഥന എന്താണ്? പരിശുദ്ധാത്മാവേ എന്നിൽ വന്നിറയണമേ, ഞങ്ങളിൽ വന്നിറയണമേ, ചുറ്റുമുള്ള അനേകായിരങ്ങളിൽ വന്നിറയണമേ, ജനലക്ഷങ്ങളിൽ വന്നിറയണമേ, ജനകോടികളിൽ വന്നിറയണമേ. ഇത് നമ്മുടെ ആഗ്രഹമാണോ അതെയോ ദൈവത്തിന്റെ അഭീഷ്ടമാണോ? ഇത് ക്രിസ്തുവിന് 500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ജോവേൽ പ്രവാചകനിലൂടെ ദൈവം ഇങ്ങനെ അരുളി ചെയ്തു, അന്ത്യനാളുകളിൽ ഇത് സംഭവിക്കും. എന്താണത്? എൻ്റെ ആത്മാവിനെ, ദൈവം പറയാണ്, എൻ്റെ ആത്മാവിനെ എല്ലാ മനുഷ്യരുടെയും മേൽ ഞാൻ വർഷിക്കും. അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഈശോ നമുക്ക് വേണ്ടി ചെയ്ത എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ യോഗ്യതയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ആ യോഗ്യത നമ്മൾ അവകാശപ്പെടുന്നത് വഴി നമ്മളിലേക്ക് എല്ലാ വിധത്തിലുള്ള കൃപകളും അനുഗ്രഹങ്ങളും ഒഴുകാൻ തുടങ്ങും. ഒന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ. ഇനി നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ യേശുവിൻ്റെ യോഗ്യതയിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ തനിച്ച് പ്രാർത്ഥിക്കുന്നവരുമല്ല, നമ്മൾ ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമാണ് അവിടുന്ന്. ഹല്ലേലൂയ. ആ ഈശോ
നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ യേശു വസിക്കുന്നുണ്ട്. എന്തിനാണ് ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്? ഒരു കാരണം, അത് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനായിട്ടാണ്. മാനവരാശിക്ക് മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിക്കാനാണ് ക്രിസ്തു ലോകത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അവിടുന്ന് മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ആ ഓരോരുത്തർക്കും വേണ്ടിയുള്ള മധ്യസ്ഥത്തിൻ്റെ ഒരു ഭാഗമാണ് ഈശോ നമ്മുടെ ഉള്ളിലിരിക്കുന്നു എന്നത്. അങ്ങനെ ക്രിസ്തു നമ്മുടെ ഉള്ളിലിരുന്നിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഈശോ പിതാവിന് മുമ്പിൽ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അതാണ് ഈശോ നമ്മുടെ ഉള്ളിലിരുന്നോട് ചെയ്യുന്നത്. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. രസകരമായ ചെറിയൊരു ആർട്ടിക്കിൾ ഇങ്ങനെയാണ്. അതിനകത്ത് അമ്മയും മക്കളും കൂടെ ഒരു സൈഡിലിരുന്ന് എന്തോ പറഞ്ഞു, ഭയങ്കര ചിരിയാ. മറു സൈഡിൽ അപ്പൻ തന്നെ ഇരിക്കുക. ഭാര്യയുടെയും മക്കളുടെ ഈ ചിരി കണ്ട് അപ്പൻ വിളിച്ചു ചോദിക്കുക, എന്താടി അമ്മയും മക്കളും കൂടെ എന്തോ പറഞ്ഞ് ചിരിക്കുന്നുണ്ടല്ലോ, എന്താ എന്താ? ഉടനെ അമ്മ പറയാ, ദേ മനുഷ്യ, നിങ്ങളെ പണ്ട് എന്നെ പെണ്ണ് കാണാൻ വന്ന സമയം ഓർക്കുന്നുണ്ടോ? പണ്ടേ എന്നെ പെണ്ണ് കാണാൻ വന്ന സമയം ഓർക്കുന്നുണ്ടോ? ഉവ്വ എന്താടി? അന്ന് നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ നിങ്ങളുടെ നോട്ടം മുഴുവൻ ഞാൻ കൊണ്ടുവന്നു വെച്ച പലഹാരത്തിലായിരുന്നു. അച്ചപ്പവും ഊത്തപ്പവും അങ്ങനെ പല പലഹാരങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നിങ്ങളുടെ നോട്ടം മുഴുവൻ ഞാൻ കൊണ്ടുവന്നു വെച്ച പലഹാരത്തേലാ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേയില്ല. ഞങ്ങൾ അത് പറഞ്ഞ് ചിരിച്ചതാ. ഉടനെ അപ്പം പറയാ, അതേടി അതേടി, അന്നെന്റെ നോട്ടം മുഴുവൻ പലഹാരത്തേലായി പോയി. അന്നെന്റെ നോട്ടം മുഴുവൻ പലഹാരത്തേലായി പോയി. അതുകൊണ്ടാ ഇന്ന് നീ സന്തോഷത്തോടെ ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ കാര്യമല്ലെന്നേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സുമ മേരി. ഞാൻ എറണാകുളം കാക്കനാട് നിന്ന് വരുന്നു. ഞാൻ ഈ പ്രാവശ്യത്തെ റിട്രീറ്റിൽ അറ്റൻഡ് ചെയ്യാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇതെൻ്റെ സെക്കൻഡ് റിട്രീറ്റാണ്. ഒരു 10 വർഷം മുന്നേ ഞാനിവിടെ ആദ്യത്തെ എൻ്റെ റിട്രീറ്റ് അറ്റൻഡ് ചെയ്തിരുന്നു. എനിക്ക് ഒരു അനുഭവം മനസ്സിലായത് 10 വർഷം മുന്നേ ഉള്ള റിട്രീറ്റും ഇപ്പോഴത്തെ റിട്രീറ്റും കുറച്ച് മാറിയിട്ടുണ്ട്. കാലത്തിനനുസരിച്ച് അച്ഛന്മാരുടെ ടോക്കിലാണെങ്കിലും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് ദൈവം പരിശുദ്ധാത്മാവ് ഈ ധ്യാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇവിടുത്തെ എടുത്തു പറയത്തക്ക അച്ഛൻ്റെ ടോക്ക് എനിക്ക് ആദ്യത്തെ ദിവസം കുറച്ചൊരു മന്ദത തോന്നിയെങ്കിലും രണ്ടാമത്തെ ദിവസം പനക്കലച്ഛൻ്റെ ക്ലാസ്സോടുകൂടി ഒരു എനർജി ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ എനർജി എനിക്ക് മാത്രമല്ല, ഞാൻ ചുറ്റിലും നോക്കിയപ്പോൾ എനിക്ക് ആ ചുറ്റിലും ഒരു ആ എനർജി വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വൈബ്രേഷൻ തീർച്ചയായും എനിക്കിതിൽ ഫീൽ ചെയ്തു. തീർച്ചയായും നല്ലൊരു റിട്രീറ്റ് ആയിരുന്നു. അതുപോലെ ദൈവം ലോകത്തിൻ്റെ അതിർത്തി വരെ സുവിശേഷം എത്തട്ടെന്ന് കർത്താവ് വിശ്വമിശ പറഞ്ഞ പോലെ ഈ ഡിവൈനിലൂടെ ലോകത്തിൻ്റെ അതിർത്തി വരെയും സുവിശേഷം എത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പേര് അഖില. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഒരു റിലേറ്റീവ് പറഞ്ഞൊരു അറിവിലാണ് ഞാനിവിടെ ധ്യാനകേന്ദ്രത്തിൽ എത്തിയത്. ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് PCODയുടെ പ്രശ്നമായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ കുറേ
നാളായിട്ട് വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈശോ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ പങ്കെടുത്തപ്പോൾ ഒരുപാട് ഇടപെട്ടതായിട്ടും അതേപോലെ എൻ്റെ രോഗം എൻ്റെ അസുഖം ഈ PCODയുടെ പ്രശ്നം ഭേദപ്പെട്ടതായിട്ടും എനിക്ക് അനുഭവം ഉണ്ടായി. കർത്താവിനോട് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ മറ്റുള്ള പേഴ്സണൽ പ്രശ്നങ്ങളും കർത്താവിനോടെല്ലാം ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആശ്വാസം കിട്ടി എനിക്ക്. അപ്പം ഞാൻ ഇനിയും എൻ്റെ കസിൻസിനോട് ഫ്രണ്ട്സായിട്ട് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നല്ലൊരു അനുഭവമായിരുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹമാകാനായി വിളിച്ചിരിക്കുക. അനുഗ്രഹമായി തീരുവാൻ കർത്താവ് നമ്മെ വിളിച്ചു. അനുഗ്രഹമായി തീരാൻ കർത്താവ് നമ്മെ സൃഷ്ടിച്ചു. സ്നേഹത്തിൽ വളരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 15:13 സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുന്നു, ഹൃദയവേദ ഉന്മേഷം കെടുത്തിക്കളയുന്നു. സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുന്നു, ഹൃദയവേദ ഉന്മേഷം കെടുത്തിക്കളയുന്നു. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സന്തുഷ്ടമായ ഒരു മനസ്സ് അത് ജീവിതത്തെ പടുത്തുയർത്തുന്നതാണ്. ഹൃദയവ്യത അത് ജീവിതത്തെ തകർക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയവ്യത നമുക്കുള്ള ഉന്മേഷം മുഴുവനും കെടുത്തിക്കളയുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ആകുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വീകരിക്കേണ്ട അനുഗ്രഹങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റാതെ പോകും. ആകുലപ്പെട്ട്, നിരാശപ്പെട്ട്, ഭയപ്പെട്ട്, പലതിനെക്കുറിച്ചും ഇങ്ങനെ വിഷമിച്ച് കഴിയുമ്പോൾ നൽകപ്പെടുന്നത് പൂർണ്ണതയിൽ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ബിനു എന്നാണ്. ഞാനും എൻ്റെ 2 മക്കളും കൂടെ ധ്യാനം കൂടാൻ വേണ്ടി വന്നത്. 2 മക്കൾ എന്ന് പറഞ്ഞാൽ ചെറിയ പിള്ളേരാണ്. ഒരാൾക്ക് 4 വയസ്സും ഒരാൾക്ക് 8 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര എങ്ങനെയാണ് ഒറ്റയ്ക്ക് വരുമ്പോൾ എന്നുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈശോയുടെ കൃപയാൽ, ഈശോയുടെ പ്രത്യേക അനുഗ്രഹത്താൽ ഞാൻ വിചാരിച്ചു എൻ്റെ മക്കൾ എങ്ങനെ ഇരിക്കുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു. അവന് ബൈബിൾ നഴ്സറി ഉണ്ട് താഴെയുള്ള കുട്ടികൾക്ക്, 3 വയസ്സുള്ള കുട്ടികൾക്ക്. അത് അവന് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ മൂത്ത മോനാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജസ്റ്റിൻ ധ്യാനമൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു. വലിയവർക്കാണെങ്കിലും ഒരു പുതിയ മനുഷ്യനെ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അച്ഛൻ്റെ ക്ലാസ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കൂടേണ്ടതാണ്. നമുക്ക് പുതിയൊരു അനുഭവമാണ് അത് കിട്ടുന്നത് അതിലൂടെ. പിന്നെ ആന്തരികമായ ഒരു സൗഖ്യം നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് പറയാൻ വാക്കുകളില്ല. നമ്മൾ അനുഭവിക്കുന്ന ആ അനുഭവം എല്ലാവർക്കും കിട്ടുന്ന, നമ്മൾ അനുഭവിക്കുമ്പോഴത് കിട്ടുന്നത്. എൻ്റെ അനുഭവം ഞാൻ എങ്ങനെ പറയാന്നുള്ളത് എൻ്റെ വാക്കുകൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല. എൻ്റെ അനുഭവിച്ച ആ അനുഭവമാണല്ലോ നമുക്ക് ഈശോയുടെ അനുഭവം, തിരുരക്തത്തിൻ്റെ അനുഭവം, നമ്മളൊരു പുതിയ മനുഷ്യനായി ഉള്ള അനുഭവം. ഈശോയ്ക്ക് നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തുതി, ഈശോ ആരാധന. എൻ്റെ പേര് നവീൻ. ഞാൻ കൊല്ലത്തുനിന്നാണ് വരുന്നത്. എനിക്ക് ഇവിടുത്തെ ഇപ്പോൾ എൻ്റെ എല്ലാ വിഷമങ്ങളും എനിക്ക് മാറിക്കിട്ടാനുള്ള അനുഗ്രഹമായി മാറി. എനിക്ക് വചനങ്ങളെല്ലാം ശ്രവിക്കുവാനും ബ്രദർമാരിലൂടെ കൗൺസിലിംഗ് കിട്ടിയപ്പോൾ എൻ്റെ എല്ലാ വിഷമങ്ങളും പങ്കുവയ്ക്കാൻ സാധിച്ചു. എനിക്ക് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ തലവേദന അതായിരുന്നു എൻ്റെ പ്രധാനമായുള്ള അസുഖം.
മൈഗ്രൈൻ, അതെനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് മാറിക്കിട്ടി. എനിക്കിനി ഉണ്ടായ രോഗങ്ങളെല്ലാം എനിക്ക് ബ്രദർമാരോട് പങ്കുവയ്ക്കാനും അവരിലൂടെ വചന ശുശ്രൂഷയിൽ പങ്കുകൊള്ളാനും സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ടായി. കുർബാനയിലൂടെ എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ആരാധനയിൽ പങ്കുകൊള്ളുകയും ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായി. എൻ്റെ പേര് ക്രിസ്റ്റീന. ഞാൻ വരുന്നത് വെള്ളാഞ്ചിറയിൽ നിന്നാണ്. എനിക്കിവിടെ വന്നപ്പോൾ നല്ലൊരു അനുഭവം, എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് കൂടുതൽ സാധിച്ചു. ആരാധനയിലൊക്കെ കൂടിയപ്പോൾ ലൈഫിൽ നല്ലൊരു മാറ്റം തന്നെ ഇവിടെ നിന്ന് കിട്ടി. ഈ ധ്യാനത്തിൽ നിന്ന് എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്നും ഈശോയോടുള്ള ഒരു അടുപ്പം എനിക്ക് കൂടുതൽ ഈ ധ്യാനത്തിൽ വന്നപ്പോൾ എനിക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങുക, ഇന്ന് മരിക്കണം എന്നുള്ള ഒറ്റ തീരുമാനത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുവാനും ടൗണിൽ വന്നു. ഫുള്ളായിട്ട് മദ്യം കഴിച്ചു. മദ്യം കഴിച്ചിട്ട് എൻ്റെ മനസ്സ് മരിക്കണം എന്നുണ്ട്, എങ്ങനെ മരിക്കണം എന്നൊരു ഐഡിയ കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ എന്നെ കണ്ടു. എന്നെ പരിചയക്കാരനാണ്. പുള്ളി വണ്ടി നിർത്തി എന്തുണ്ട് രാജേഷ എന്നൊക്കെ ചോദിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ റോട്ടിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. കരയണ കണ്ടിട്ട് എന്നോട് ചോദിച്ചു എന്താ പറ്റിയെന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ മരിക്കാൻ പോവാന്ന് പറഞ്ഞു. ആരെങ്കിലും മരിക്കാൻ പോണവർ പറയുമോ? ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം പുള്ളി എന്നെ വിട്ടില്ല. വണ്ടി കയറ്റി എന്നെ വീട്ടിൽ കൊണ്ട് ഭാര്യയോട് പറഞ്ഞു, ഇനി ആളെ പുറത്തൊന്നും വിടണ്ട, എവിടെയെങ്കിലും ധ്യാനത്തിന് വിടണം, ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞു. വീട്ടിൽ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയി. എന്നെ വീട്ടിൽ നിന്ന് അങ്ങോട്ടും കൊണ്ട് പുറത്തു വിട്ടില്ല ഒരാഴ്ചയായിട്ട്. എൻ്റെ പേര് അനീജോ എന്നാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് സെബാസ്റ്റ്യൻ എന്നാണ് പേര്. ഹസ്ബൻഡിൻ്റെ നാട് മംഗലാപുരത്താണ്. ഞങ്ങൾക്ക് ഒരുപാട് ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ഉത്തരം തേടിയിട്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്നത്. നമുക്ക് അതിന് ഒരുപാട് അച്ഛൻ്റെ പ്രസംഗവും കാര്യങ്ങളും കേട്ട് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഒരുപാട് അതിൽ നിന്ന് ആശ്വാസം കിട്ടി. ഞങ്ങൾക്ക് ഒരുപാട് ഉത്തരങ്ങൾ കിട്ടി. ഇനി സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയ്ക്ക് ഒരുപാട് പേരുകളുണ്ട്. ഒരു അച്ഛൻ 4 പേര് അന്ന് പറഞ്ഞു. ഒന്ന് ദൈവപുത്രൻ, ഞാൻ കേട്ടിട്ടുള്ളതാണ്. പിന്നെ അച്ഛൻ പറഞ്ഞു യേശു നിങ്ങളുടെ സ്നേഹിതനാണ്. പിന്നെ അച്ഛൻ പറഞ്ഞു യേശു നിങ്ങളുടെ സഹോദരനാണ്. പിന്നെ അച്ഛൻ പറഞ്ഞു യേശു നിങ്ങളുടെ ഗുരുനാഥനാണ്. ഈ ഏത് പൊസിഷനിൽ നിന്നിട്ടും നിങ്ങൾക്ക് ഈശോയോട് സംസാരിക്കാം. എൻ്റെ പേര് ടോം. ഞാൻ പാലാ രൂപതയിൽ കാഞ്ഞിരമറ്റം എന്ന ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ വർഷങ്ങളായിട്ട് വരുന്നതായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് കുറച്ച് സ്ലോ ഉണ്ടായി. അത് വരാനുള്ള കാരണം, ഞാൻ ഒരു ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. വീടിൻ്റെ മണ്ടയിൽ നിന്നും സ്റ്റെയർ കേസ് പിടിപ്പിക്കേണ്ട സമയത്ത് സ്റ്റെയർ കേസിൽ നിന്ന് ഞാൻ താഴെ പോയി ഇടത്തെ കാല് പൂർണ്ണമായിട്ട് തളർന്നു പോയ രീതിയായി. അങ്ങനെ ഡോക്ടേഴ്സ് എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ വന്ന് ധ്യാനം വന്ന് ജെയിംസ് കുട്ടി ബ്രദറിൻ്റെ ആരാധനയുടെ നേരത്ത് അദ്ദേഹം വിളിച്ചു പറഞ്ഞു ബെൽറ്റ് ധരിച്ചിരിക്കുന്ന ഒരാളുടെ പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല, ഞാൻ എഴുന്നേറ്റുമില്ല. പക്ഷെ അദ്ദേഹം വീണ്ടും നിർദ്ദേശം പറയാണ്ട് ഞാനിവിടെ ചെന്നു. ബെൽറ്റ് ധരിച്ചിരിക്കുന്ന ആ കൂട്ടത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നും പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീട്ടിൽ ചെന്നപ്പം പൂർണ്ണമായിട്ടും മാറി. ഇപ്പം വരാനുള്ള കാരണം നന്ദി പറയാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്നതാണ്. അവൻ ആ പിടഞ്ഞത് നിനക്ക് വേണ്ടിയാണ്. അവന്റെ ചങ്ക് കുത്തിത്തുറക്കപ്പെട്ടത് നിനക്ക് വേണ്ടിയാണ്. ആ കുത്തിത്തുറക്കപ്പെട്ട തിരുഹൃദയത്തിലാണ് നിന്റെ സങ്കടങ്ങൾ വെക്കേണ്ടത്. അവിടെയാണ് നിന്റെ പാപജീവിതത്തെ ഉപേക്ഷിക്കേണ്ടത്. അവിടെയാണ് ഒരു പുതിയ വ്യക്തിയായിട്ട് പഴയ ജീവിതത്തിൽ നിന്ന് നീ പുറത്തു വരേണ്ടത്. ആ ബലി തന്നെയാണ് ഓരോ ബലിപീഠത്തിലും നിങ്ങളുടെ ഇടവകയിൽ അനുദിനവും അർപ്പിക്കപ്പെടുന്ന തിരുബലി. അതേ ബലി തന്നെയാണ്.
എൻ്റെ പേര് അപ്പൂസ്. ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്തു നിന്നാണ്. ഞാൻ ധ്യാനത്തിന് വന്നിട്ട് ഇപ്പോൾ ഒരു സന്തോഷവും നല്ലൊരു സമാധാനവും ലഭിച്ച പോലെയാണ് ഇപ്പോൾ. ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് എന്ന സ്ഥലത്തു നിന്ന് ധ്യാനം കൂടാൻ വന്നിരിക്കുന്നവരാണ്. ഞങ്ങളുടെ ഇവിടെ വന്ന് ധ്യാനത്തിന് കൂടിയിട്ട് ദൈവകൃപയുടെ അനുഭവം ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ട്. നല്ല സന്തോഷവും സമാധാനവും കിട്ടിയിട്ടുണ്ട്. ഉൽപ്പത്തി 1:26-27 നമ്മൾ വായിക്കും. അവിടുന്ന് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മളെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ ഛായ എന്ന് പറയുമ്പോൾ 1 യോഹന്നാൻ 4:8 നമ്മൾ വായിക്കും, ദൈവം സ്നേഹമാണെന്ന്. എല്ലാവർക്കും അറിയാം ദൈവം ആരാണ്? സ്നേഹമാണ്. പക്ഷേ നമുക്ക് സ്നേഹത്തെ കാണാൻ പറ്റുകയില്ല, അനുഭവിക്കാനാണ് പറ്റുക. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ തിരുവല്ലയിൽ നിന്നും വരുന്നു. മല്ലപ്പള്ളി നല്ല അഭിഷേകത്തോടുകൂടെ ധ്യാനം കൂടാൻ സാധിക്കുന്നു. പനക്കലച്ചൻ്റെ ആന്തരിക മുറിവുകളെ കുറിച്ചുള്ള ധ്യാനം ഞങ്ങൾക്ക് ഒത്തിരി അഭിഷേകമായി. കൂടുതൽ അഭിഷേകത്തിൽ ജീവിക്കാനുള്ള കൃപ ദൈവം നൽകി അനുഗ്രഹിച്ചു. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. എൻ്റെ പേര് ഷാലറ്റ്. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് തോപ്പുംപടിക്കടുത്ത മുണ്ടമ്പേലി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വന്നത്. ഞാനിവിടെ ഞായറാഴ്ച ധ്യാനത്തിന് വന്നതാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടി. നെഞ്ചിൽ വലിയൊരു ഭാരത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ കൗൺസിലിങ്ങും കുമ്പസാരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര നെഞ്ചിൽ നിന്ന് ഭാരമൊക്കെ അങ്ങോട്ട് വിട്ടുമാറി. ദൈവത്തിന് ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതിന്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ഞാൻ ഇടുക്കി കട്ടപ്പന വണ്ടമേടെന്ന അവിടെ നിന്നാണ് വരുന്നത്. ഞാൻ ഒത്തിരി വേദനയിൽ കൂടെ കടന്നു പോയൊരു വ്യക്തിയാണ്. എൻ്റെ ഭർത്താവും നഷ്ടപ്പെട്ട് മകനും മരിച്ചു. ഞാൻ ഈശോയും മാതാവിനെയും വിശ്വസിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് ഈ ധ്യാനത്തിൽ ഞാനും മകനും പങ്കെടുക്കാൻ വന്നതാണ്. ആരാധനയിൽ എൻ്റെ ഈശോയെ എനിക്ക് കാണാൻ പറ്റി. ഞാൻ വളരെ ഹാപ്പിയാണ് ഇന്ന് ഈ ധ്യാനത്തിന്. കാരണം എൻ്റെ ഈശോയെ സ്വീകരിച്ച ഈ ദേവാലയത്തിൽ എനിക്ക് വന്ന് ധ്യാനം കൂടാനും ഒരു സാക്ഷിയാകാനും ആകേണ്ടി വന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. തകർച്ചകളിൽ നിന്ന് വിടുതൽ നൽകാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ആഗതനായിരിക്കുന്നത്. ആ കർത്താവാണ് നിങ്ങളെ ഈ ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഈ ശുശ്രൂഷയിൽ പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുക. പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുന്നവനെ ദൈവം കൈവിടുകയില്ല. വിശ്വാസത്താൽ ആരാധിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ ആഴ്ചത്തെ ധ്യാനം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഈ അവസരത്തിൽ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത്, ഈ ധ്യാനം വഴി നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാടിൽ ഒരു മാറ്റം ഉണ്ടാകണം എന്നതാണ്. അവനെ കൈക്കൊണ്ട് അവനെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവത്തിൻ്റെ മക്കളാകുവാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നു.
നീ ഒരു ദൈവ പൈതലാണ് എന്ന ബോധം അത് നമ്മുടെ ഉള്ളിലുണ്ടായാൽ അത് നമ്മുടെ ജീവിതത്തെ നിരന്തരമായി എല്ലാ പ്രതിസന്ധികളുടെ മേൽ വിജയം നൽകിക്കൊണ്ട് നമ്മളെ സമാധാനത്തിലും സന്തോഷത്തിലും അത് കാത്തു സൂക്ഷിക്കും. നിങ്ങളെ ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എവിടെയായിരുന്നാലും ഞാൻ ദൈവത്തിൻ്റെ ഒരു പൈതലാണ്, ഈ ഒരു ബോധം നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും എല്ലാ ചിന്തയിലും നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ.